മച്ചാന്മാരെ, കേരളത്തിലെ പോലീസിന്റെ ഉറക്കം കളയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കാരണം അതായത് ഒരു 2-3-4 ദിവസം മുമ്പേ ആലുവയിൽ നിന്ന് ഒരു പെൺകൊച്ച് മിസ്സായിരുന്നു. അത് നിങ്ങളെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ മോളെ തിരിച്ചിന്ന് കിട്ടിയെന്ന് റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. സേഫാണ് മോള് സേഫാണ്. അപ്പൊ അത് തന്നെ മച്ചാനെ ഒരു 12 വയസ്സായ ഒരു കൊച്ചാണ്. അത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പയ്യനായിട്ടാണ് പോയത്. ആ പയ്യൻ എത്ര വയസ്സെന്നറിയാം? 25. അവന് 25 വയസ്സ്. അപ്പം നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. നമ്മളെ ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രായപൂർത്തിയായവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ആപ്പ് ഇല്ലേ. ഇത് നല്ലതും ചെയ്യും കെട്ടതും ചെയ്യും. അതാണ് നല്ലതും ചെയ്യും, പിന്നെ വളർത്തുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വളർന്നു വരും തലമുറകൾ, കൊച്ചു പിള്ളേർക്ക് 18 വയസ്സിന് മേലോട്ടുള്ള പിള്ളേർക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങി കൊടുക്കുക എന്തൊക്കെ ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ഈ കൊച്ചു പിള്ളേർക്ക് മൊബൈൽ ഈ ആപ്പിൽ കൊടുക്കരുത്. നിങ്ങൾ വീട്ടിൽ ഉള്ള മൊബൈലായാലും ശരി തന്നെ. ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലേ മച്ചാൻ, ഈ മൊബൈൽ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നത് ദോഷം ചെയ്യുമെന്ന്. ഇപ്പം കണ്ടില്ലേ, ഓരോരുത്തരാണെങ്കിൽ 25 വയസ്സായ പയ്യൻ 12 വയസ്സായ കൊച്ചിനെ വിളിച്ചോണ്ട് പോകാൻ കാരണം എന്നറിയാം. അവൻ ഫിൽറ്ററൊക്കെ ഇട്ട് മറ്റേ കൊച്ചു പയ്യന്മാരെ പോലെ ഫിൽറ്ററൊക്കെ ഇട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ മച്ചാനെ പിള്ളേരങ്ങ് മയങ്ങും. അപ്പൊ ഈ പിള്ളേരെ PM അന്ന് കറക്കി ചിറ്റി എടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാര്യം പറയട്ടെ, നമ്മളെ വീട്ടിലെ പേരൻസ് ആണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അവരെന്ത് ചെയ്യുന്നു, ആരൊക്കെ അവരുടെ കൂട്ടുകാരൊക്കെയാണ് എന്നൊക്കെ നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഈ മിസ്സായപ്പം തന്നെ ഈ പേരൻസ് പിന്നെ പോലീസുകാരാണ് കുറ്റം പറയണത്. പിന്നെ അതുകൊണ്ട് എനിക്ക് പിന്നെ ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ്, കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. സാറേ നിങ്ങൾ അവര് കൊച്ചു അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ നമ്മുടെ പൂനെ അങ്ങോട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നത്. ആ ഫോട്ടോ നമുക്ക് ഇതിൽ കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഒരു പയ്യൻ ഒരു 16 വയസ്സായ ഒരു പെൺകൊച്ചിനെ സ്നേഹിച്ച് വിളിച്ചോണ്ട് പോയി മറ്റുള്ള കൂട്ടുകാരന്മാർക്ക് 7 പയ്യന്മാർക്ക് കാഴ്ച വെച്ച് ആ പെണ്ണ് മരണപ്പെട്ട്. അടുത്ത് സംഭവിച്ച ഒരു കാര്യമാണത്. അത് ആ പയ്യന്റെ ഫോട്ടോയും ആ കൊച്ചിന്റെ ഫോട്ടോ നമ്മൾ കൊടുത്തേക്കാം. ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടിട്ടും എന്ത് വിശ്വസിച്ചാണ് ഇവനെ പോലുള്ളവന്മാരെ കൂടെ പോണത്? അത് 12 വയസ്സല്ലേ ആയുള്ളൂ. ഈ കൊച്ചു എത്ര പ്രായമുണ്ടെന്ന് നോക്കും മച്ചാനെ. കൊച്ചു 12 വയസ്സ് മുട്ടേന്ന് പോലും വിരിഞ്ഞിട്ടില്ല ഈ കാണിച്ച. നമ്മളെ കേരള പോലീസിനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെ ഈ വീട്ടുകാർ ഉറക്കമൊന്നും അടിച്ചു കിടക്കണവരെ ഉണർത്താൻ പാടാ, കിടക്കണവരെ ഉണർത്താം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാനൊരു കാര്യം മച്ചാൻ ഒരു കാര്യം പറ്റേ, ഇപ്പൊ നമ്മുടെ മക്കളായാലും ശരി, അന്യന്റെ മക്കളായാലും നമുക്കൊരു മക്കള് നഷ്ടപ്പെടുമ്പോ അതിൻ്റെതായ ഒരു വേദന ഉണ്ട്. അത് മാത്രമല്ല, അല്ലല്ല പറയട്ടെ, ഇതിൽ പങ്ക് ആർക്കൊക്കെ ഉണ്ടെന്ന് ഇതിന്റെ പേരിൽ കേസ് എടുത്തേ പറ്റും. ആ പാവപ്പെട്ട ഇനിയിപ്പോ ഇപ്പൊ നമ്മളിപ്പോ നെല്ല് കൊല്ലത്തുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്ന് എത്തുമെന്നാണ്. അപ്പൊ ആണുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മളെ വീട്ടിലിരിക്കുന്ന വളർന്നവരും മക്കളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞങ്ങൾക്കും പെൺമക്കളുള്ളതാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തരികട വേല നമ്മളെ വീട്ടിലിപ്പോ നമ്മളെ മക്കള് നഷ്ടപ്പെട്ട് നമ്മളെ ഭാവവും നമ്മുടെ പ്രയാസവും ദുഃഖവും ഒക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ ആ വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇത് എനിക്ക് തോന്നുന്നത് അമ്മയുടെ കളി എന്നാണ് തോന്നുന്നത്. അമ്മ മൊബൈൽ വരെ കൊടുത്താണ് വിട്ടത്. ജനങ്ങളെ നിങ്ങൾ പ്രേക്ഷകർ നിങ്ങൾ ആ മിക്ക വാർത്തകളും നിങ്ങൾ കണ്ടതാണ്. അവരെ വീട്ടിൽ നിന്ന് ചുമ്മാ ആവശ്യമില്ലാതെ പോലീസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് മോശം രീതിയിലാണ് പോലീസുകാരെ ചിത്രീകരിച്ചത്. എന്ന് വെച്ചാൽ പോലീസ് കണ്ടുപിടിക്കുന്നില്ല, അങ്ങനെയാണ്. പക്ഷെ പോലീസിന് നമ്മുടെ ജനങ്ങൾക്കുള്ള ആ ഒരു വിഷമവും ഭാവവും ആ അമ്മയുടെ മുഖത്ത് കാണുന്നുണ്ടോ മച്ചാൻ? അവര് കള്ള അവനെയാണ്. അവരെ കരച്ചിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ മച്ചാനെ. അതിപ്പോ എന്തായിക്കൊള്ളട്ടെ, ഇവര് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ആരെയും ചാടികൾ കുറ്റം പറയും. പോലീസുകാരന്മാർ അവരെന്തുമാരെ കഷ്ടപ്പെട്ടാണെന്ന് അറിയാം അവർ പിടിച്ചത്. പിന്നെ ദൈവമൊന്നുമില്ല അവർ ഈ പറഞ്ഞ പിടിക്കാൻ. നമ്മളെ പോലെ മനുഷ്യരാണ് അവര്. മനസ്സിലാക്കണം, നമ്മളെ മക്കളെ നമ്മളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ പോലീസുകാരെ നെഞ്ചത്ത് കയറേണ്ടതല്ല. നമ്മളെ തെറ്റാണ്. അല്ല ചാടിക്കാരി എല്ലാം പോലീസിന്റെ നെഞ്ചത്ത് കയറല്ലേ. നമ്മൾ പിന്നെ വീഡിയോ ഇടും. പോലീസ് അത് ഗുണ്ടാ പോലീസിനെതിരായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാറ്. നല്ല പോലീസുകാരന്മാർക്കല്ല. 100-ൽ 10% ഗുണ്ടാ പോലീസുകാരന്മാരാണ്. അതാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. അല്ല നല്ല പോലീസുകാരന്മാരെ കുറ്റം പറഞ്ഞാൽ നമ്മൾ വിടൂല. അത് വിടൂല തീർച്ചയായിട്ടും. കാര്യം ഇപ്പൊ സത്യം പറയാം മച്ചമ്മരെ, ഇവര് വീട്ടുകാർ കടന്ന് ചുമ്മാ നാടകം കാണുന്ന വാർത്ത ന്യൂസിലെല്ലാം കൊടുത്തിട്ട് പറയണ് എന്റെ മോളെ മറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇവരെ ഇവര് മൊബൈലും കൊടുത്തു വിട്ട് പറഞ്ഞു വിട്ടിട്ട് പോലീസുകാരെ നെഞ്ചത്ത് കയറിയ നടക്കാത്ത കേസാണ്. അത് മാത്രമല്ല, ഇന്നലെ നമ്മളെ പോലെ എത്ര ജനങ്ങൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് വിഷമിച്ചെന്നറിയാം. നമ്മളെ സ്വന്തം കുടുംബത്തിൽ നമ്മളെ മോളെ നഷ്ടപ്പെട്ടതുപോലെ കാരണം നമ്മൾ വിഷമിക്കും. കാരണം 3 ദിവസമായി ആ കുഞ്ഞ് കാണാതായിട്ട്. ഇന്നൊക്കെയാണ് കിട്ടിയത്. 4ാമത്തെ ദിവസമാണ് ഇന്നാണ് കിട്ടിയത്.
പക്ഷെ ഇതിനെതിരെ കർശന നടപടി വേണം. അതും അല്ല, എത്ര ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾ അതും പൂനെയിലാണ് മച്ചമ്പി പിടിയെ പോയത്. ഈ പെണ്ണ് മുംബൈയില്, അടുത്ത് പൂനെയില്, വേറെ മാറി മാറി കയറിയത്. ഇത് വല്ലാത്തൊരു കഴിവ് തന്നെ മോളെ. നീ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല, എന്നാലും നിന്റെ ഒരു ഇത് അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങൾ പറയാം. ഇങ്ങനെ ഒരിക്കലും ഇനി പോകരുത്. അതുമായിട്ട് മറ്റുള്ള കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുക. പറഞ്ഞു മനസ്സിലായി, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അല്ല വേറെ ഒന്നിനും പോകരുത്. കല്ല എത്ര ധൈര്യം ഉണ്ടെന്ന് നോക്കുക. 12 വയസ്സായ കൊച്ചി ഇങ്ങനെ പോണമെങ്കിൽ. അപ്പൊ പിള്ളേരെ കൊച്ചിലെ പിള്ളേർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തുള്ള സ്ഥിതി ഇതൊക്കെ. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം വഴി കിട്ടിയ പയ്യനാണ്. അപ്പൊ ഇതേപോലെ പല പല സംഭവങ്ങളാണ്. ഓരോരോ മക്കളെടുത്ത് ഇതുപോലെ വരും ഓരോരുത്തന്മാര്. നിങ്ങൾ അങ്ങനെ അവലയിലൊന്നും വിള ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾ അച്ഛനെ അമ്മയെ ഓർത്ത് പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് പിന്നെ അവരെ ഇഷ്ടപ്രകാരം. അപ്പോഴും നമ്മൾ എന്തെങ്കിലും മോശം രീതിയിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ തെറ്റിനെതിരെ പ്രതികരിക്കുമ്പോൾ കുറച്ച് പേരുണ്ട് മച്ചാമാരെ. ഇല്ലല്ലേ, കുറെ നമ്മളിപ്പോ തെറി വിളിക്കുന്നില്ല, കുറെ നായന്റെ മക്കൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാം, ഈ കോഴികളാണ് കൂടുതലും നമുക്ക് ബാക്ക് കമന്റ് ഇടുന്നത്. എങ്ങനെന്നറിയാം, അയ്യോ ഇത് ഈ നമ്മളെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫേസ്ബുക്കൊക്കെ ഈ കൊച്ചു പിള്ളേർ കാണണല്ലേ, നിങ്ങളൊക്കെ എന്താ പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൊച്ചു പിള്ളേർക്കൊന്നും പറഞ്ഞിട്ടില്ല ഇൻസ്റ്റാഗ്രാം. ആ കൊച്ചു പിള്ളേർക്ക് നിങ്ങളൊക്കെ നിന്നെയൊക്കെ പോലത്തെ നാറികള് എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ. നിന്നെയൊക്കെ പോലത്തെ നാറികള് ഈ പ്രായപൂർത്തിയാവാത്ത പിള്ളേർക്ക് മൊബൈലും കൊടുത്ത് മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിന്റെയൊക്കെ മക്കളും ഇതേപോലെ ആയിരിക്കും. ഇത് ബാഡ് കമന്റ് ഇടുന്നവർക്കാണ്. ഇത് ബാഡ് കമന്റ് ഇടുന്നവർക്കാണ്. കമന്റ് അല്ല ഞങ്ങൾക്ക് ഇടുന്നത്, പച്ചത്തെറിയ വീട്ടിലുള്ളവരൊക്കെ വിളിച്ചാൽ തെറിയിടുന്നത്. നമ്മൾ നല്ല വീഡിയോ, നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. കാരണം നമുക്ക് അത്രയും പ്രയാസമുണ്ട്, നമുക്കും പെൺമക്കളെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറെ വീഡിയോ ചെയ്യണത് ന്യായമായ വീഡിയോകളാണ്. ഒരു പാർട്ടിയെ പിന്നെ പുച്ഛിച്ചും കൊണ്ടോ ഒരു മനുഷ്യരെ പുച്ഛിച്ചുകൊണ്ടല്ല, ന്യായമായ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറ, ഈ പ്രായപൂർത്തിയാവാത്ത പിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഓപ്പൺ ആയി അവർ കൊടുത്താൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുന്നവരാ മൊബൈൽ ഇപ്പൊ നമ്മൾ കുറ്റം പറയല്ലേ. മറ്റേ യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബിൽ കൊച്ചി TV കാണാനൊക്കെ അത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പോലത്തെ തരികട പിടിച്ച ഈ ആപ്പിന് നിങ്ങൾ എന്തെങ്കിലും കോഡ് നമ്പറിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഈ അമ്മമാരെ കഴിക്കുന്ന മൊബൈൽ മകളിലും പിള്ളേർ വാങ്ങിച്ച് കാണുന്നവരെ പയ്യന്മാരെ ഫോളോയും ചെയ്ത് അവിടെയൊക്കെ ചാറ്റിങ് ചെയ്യും. തരികട പിടിച്ച ആപ്പെന്നല്ല, നല്ല ആപ്പ് തന്നെയാണ്. അല്ലല്ല പ്രായപൂർത്തി ഇല്ല മച്ചമ്പി. ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പോലത്തെ ആപ്പ് കാരണം എത്ര കുടുംബങ്ങൾ തൊലഞ്ഞിട്ടുണ്ടെന്ന് അത് മച്ചമ്പി പറയുന്നില്ല. പറയല്ലേ, നല്ലത് ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക. നോക്കിയാൽ മൊബൈലേ പാടില്ല. അതാണ് നല്ലത്. ഒന്ന് നോക്കിയാൽ നമ്മൾ നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക മൊബൈൽ, അതിനാണ് മൊബൈൽ, അല്ല ബാഡായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ മൊബൈൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നല്ലതും ചെയ്യും കെട്ടതും ചെയ്യും. അപ്പൊ ഒരുപാട് ഇതിന്റെ പേരും പറഞ്ഞ ഒരുപാട് ഫാമിലികൾ കുടുംബം തുറഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് ഫാമിലികൾ, ഒരുപാട് പെൺപിള്ളേർ വഴിതെറ്റിയിട്ടുണ്ട്, ഒരുപാട് പിള്ളേര് ഓർത്തമ്മയോടൊക്കെ ഒളിച്ചോടി. ഇതിപ്പോ ഒരുപാട് എണ്ണം നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ അറിയാത്ത എന്തുമാത്രം സംഭവങ്ങൾ നടന്ന് കാണുമെന്നറിയാം. ഈ വലിയ എൻ്റെ ഒക്കെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് പുറത്തിറക്കാതെ രഹസ്യം പേരിൽ അമ്മയ്ക്ക് വിടുന്ന കുറെ കേസുകളും ഉണ്ട്. ഇന്നത്തെ കാലം അറിയില്ല, സാധാരണപ്പെട്ട വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉലകം അറിയാം. വേറെ ഒരു കാര്യത്തിൽ എനിക്ക് മസ്റ്റായിട്ട് പറയാനുള്ളത്, കുറെ അലവലാതി പെണ്ണുങ്ങൾ തുണി അഴിച്ചിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഈ പയ്യന്മാർ ചില വഷളായി പോണത്, കൊച്ചു ചെറുക്കന്മാർ. ഈ പുല്ലിനെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് പൂട്ടിക്കെട്ടണം. അത്രേ ഉള്ളൂ. അല്ലേ, എവിടെ തുറന്നാലും പിന്നെ തുണി വെക്കി കാണിപ്പും ഇതൊക്കെ തന്നെ. പിള്ളേരാണ് വഷളായി പോണത്. അത് നമ്മുടെ ഇത് കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇത് നമ്മുടെ അധികാരികളെ കയ്യിൽ എത്തുന്നവരൊന്ന് ഷെയർ ചെയ്യണം. കാര്യം വെച്ചാൽ നമ്മളെ ചെന്നിത്തല സാറ്, നമ്മളെ കേരളത്തിലെ മന്ത്രി, പോലീസ് അലോട്ടിയിലുള്ള അവരുടെ ഇത് നോക്കുന്ന ആളാണ് നമ്മളെ ചെന്നിത്തല സാറ്. സാറിനോടാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക ഒരു അപേക്ഷ. സാറേ, ഈ ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്പുകളിൽ മോശം സ്ത്രീകൾ വന്ന് നഗ്ന ഡ്രസ്സുകൾ കാണിച്ച് കൊച്ചു പിള്ളേരെ ചെയ്യുന്നുണ്ട്, മോശം രീതിയിൽ റീല് ചെയ്യേക്കും. അത് റീല് ചെയ്തതിനു ശേഷം പിള്ളേരെ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ, കൊച്ചു പിള്ളേരെ ലൈവിലിരുത്തി അവളുടെ അഴുക്ക മോശം വീഡിയോകളാണ്, ഇത് ശരീരങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്, നഗ്ന. കർശന നടപടി പൂട്ടിക്കെട്ടണം. ഇങ്ങനത്തെ ഒരു സാധനം പാടില്ല. കാരണം മോശം രീതിയിൽ വീഡിയോകൾ ചെയ്യണവരെ ആ അക്കൗണ്ട് അങ്ങ് ഹാക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ആ വീഡിയോ
അപ്ലോഡ് പണ്ട് ടിക്ടോക്ക് അല്ല വെച്ചാൽ നമ്മളെ പണ്ട് നമ്മൾ ടിക്ടോക്ക് കിടന്ന സമയം അറിയില്ല, ടിക്ടോക്ക് കിടന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ മച്ചാൻ ഒരു മോശം രീതിയിൽ ഒരു തുണി പൊക്കി എന്തെങ്കിലും തുടങ്ങി കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ ടിക്ടോക്ക് കയറി തന്നെ ആ വീഡിയോ കാണാൻ പറ്റും, മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്താ ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്യും. അതേപോലെ നമ്മളെ ഈ സിസ്റ്റം ഈ ഇൻസ്റ്റാഗ്രാമിലും കൊണ്ടുവരണം. ഈ മോശം ഇപ്പൊ ഈ പറഞ്ഞ ഞാനായാലും ശരി തന്നെ, തെറി പറയുന്നത് ഞാനായാലും ശരി തന്നെ, ഈ തെറി വാക്കുകളും ഈ മോശം രീതിയിൽ സ്ത്രീകൾ ഓരോ മോഡൽ അങ്ങും ഇഞ്ഞും കാണിച്ചുകൊണ്ട് 6 കുറേ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരണം, അതിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആവാത്ത രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർ റീച്ചിലും പൈസയ്ക്കും വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ സാറേ ഇത് ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു ഉപകാരമായിരിക്കും. അതുപോലെ കേരള പോലീസിന് ഒരിക്കൽ കൂടെ അതുകൊണ്ട് നമ്മുടെ കേരള പോലീസ് സാറിന് എല്ലാവർക്കും ഒരു ഗുഡ് സല്യൂട്ട്. ആ കൊച്ചിപ്പൈ ആ കൊച്ചിപ്പൈ എത്തിപ്പെട്ടത് പൂനെയിലാണ്. പൂനെ എന്ന് പറഞ്ഞാൽ അറിയാലോ മച്ചാമാരെ, അവിടെ 100 രൂപയ്ക്കാണ് മറ്റത്. അവിടെ ഈ ചെറുക്കനായിട്ട് പോയി തന്നെ അവിടെ ഏതെങ്കിലും ഹിന്ദിക്കാരൻ ബംഗാളികളെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യവനെ അടിച്ച് കൊന്നിട്ട് അവൻ എപ്പോഴും ഈ പെണ്ണിനെ നമുക്ക് എന്തോ ഭാഗ്യം, ആ പെണ്ണിന് ഭാഗ്യമുണ്ട്. അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇല്ലേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. അപ്പൊ കേരള പോലീസിനെ ഒരിക്കൽ കൂടെ ഗുഡ് സല്യൂട്ട്. ഓക്കെ.